സംസ്ഥാനത്ത് കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടം. മലപ്പുറത്തും എറണാകുളത്തും കടൽക്ഷോഭത്തിൽ വീടുകളിൽ വെള്ളം കയറി. തൃശൂർ അതിരപ്പള്ളിയിൽ റോഡിലേക്ക് മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. പത്തനംതിട്ട അരയാഞ്ഞിലി മണ്ണിൽ പമ്പാ നദിയിലെ കോസ്വേയിൽ വെള്ളം കയറി 400ഓളം കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുകയാണ്. ശക്തമായ മഴയിൽ കോഴിക്കോട് വിലങ്ങാട് ടൗണിലെ പരപ്പുപാറ കുടുംബാരോഗ്യ ഉപകേന്ദ്രത്തിന്റെ മേൽക്കൂര തകർന്നു. എറണാകുളത്തിന്റെ തീരദേശ മേഖലയിൽ കടലാക്രമണം രൂക്ഷമായി. കണ്ണമാലി അടക്കമുള്ള പ്രദേശങ്ങളിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി. പെരിങ്ങൽകുത്ത് ഡാമിന്റെ 2 ഷട്ടറുകൾ കൂടി ഉയർത്തി. ഉച്ചയ്ക്ക് 2 ഷട്ടറുകൾ തുറന്നിരുന്നു. തൃശൂർ ആതിരപ്പള്ളിക്കടുത്ത് റോഡിലേക്ക് മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. വൈദ്യുതി പോസ്റ്റ് ഒടിഞ്ഞു വീണു. കാട്ടാക്കടയിൽ കനത്ത മഴയിൽ വീടിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണു. ആളപായമില്ല. പയ്യന്നൂർ കാനായി വള്ളിക്കെട്ട് പ്രദേശത്തെ 4 വീടുകൾ ഭാഗികമായി തകർന്നു. വീടുകൾക്ക് മുകളിൽ മരങ്ങൾ കടപുഴകി വീഴുകയായിരുന്നു. മലപ്പുറം ജില്ലയിൽ തീരപ്രദേശങ്ങളിൽ കനത്ത മഴയിലും കടൽക്ഷോഭത്തിലും വീടുകളിൽ വെള്ളം കയറി. പൊന്നാനി, അലിയാർപള്ളി, പാലപ്പെട്ടി, വെളിയങ്കോട് ഭാഗങ്ങളിലാണ് വീടുകളിൽ വെള്ളം കയറിയത്. 20ലധികം കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു. പത്തനംതിട്ട അരയാഞ്ഞിലി മണ്ണിൽ കോസ്വേയിൽ വെള്ളം കയറി 400ഓളം കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു. പമ്പ, അച്ചൻകോവിൽ, കക്കാട് നദികളിൽ ജലനിരപ്പ് ഉയർന്നു. ഉച്ചയ്ക്ക് ശേഷം പത്തനംതിട്ടയിൽ മഴയുടെ ശക്തി കുറഞ്ഞു. മണിയാർ ബാരേജിന്റെ 2 ഷട്ടറുകൾ ഉയർത്തിയിട്ടുണ്ട്. മൂഴിയാർ റിസർവോയറിന്റെ 1 ഷട്ടറും തുറന്നിട്ടുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ടർ, പത്തനംതിട്ട.